ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പം KS ചെയ്തതിന് വിഷ്വലില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ കാല് തല്ലി ഒടിച്ചു ആരുമില്ല, അങ്ങനെയാണെങ്കിൽ അതും ന്യായീകരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെനിക്ക് ഒറ്റ മറുപടിയുള്ളു. എന്റെ മുട്ടുകാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞതിന് ഒറ്റ മറുപടിയുള്ളു. ഒന്ന് ചിരിപ്പിക്കാതെ പോടെ ചേർക്കാം. കേസുകൾ നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ജീപ്പ്, പോലീസ് ജീപ്പ് മുൻപിൽ കയറി ഗുണ്ടകളെ പോലെ ഒരു കാറ് കൊണ്ടൊന്ന് തടുത്തിട്ട് കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് ഗുണ്ടകളെ പോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം ചോർത്തുന്ന തരത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുരോഗമന ആശയക്കാരാണ് ഇവരെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും പ്രകടനങ്ങളിലെ മുദ്രാവാക്യങ്ങൾ, കവിത തുളുമ്പുന്ന മുദ്രാവാക്യങ്ങളും ഈ പോലീസിനെ തടഞ്ഞു നിർത്തി പറയുന്ന വാക്കുകൾ എല്ലാവരും കേട്ടതാണ്. എത്രമാത്രം കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുന്നു. അത് ഭരണം കയ്യിലെടുത്തിട്ട് അണികൾ അമ്മാനമാടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി നോക്കി കാണേണ്ട ഒരു വിഷയമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ത് പറയുന്നു എന്നറിയാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സഹകരണ മേഖലയിൽ ഒരു കോർപ്പസ് ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് നിക്ഷേപകർക്ക് ഗ്യാരണ്ടി കൊടുക്കണം. നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കുകളിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലും നിക്ഷേപകർക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇവിടെ ഉള്ളത് 10 ലക്ഷം രൂപ വരെയാണ് പരിധി നിശ്ചയിച്ചിരിക്കുക. അത് ലിക്വിഡേഷൻ സ്റ്റേജിലേ കിട്ടുള്ളൂ. ലിക്വിഡേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മൂക്കി പല്ല് വരെ എപ്പോഴാണ് കിട്ടുന്നതെന്ന് യാതൊരു ഇതുമില്ല. ഇതങ്ങനെയല്ല. ഡിപ്പാർട്ട്മെന്റ് ഒരു ബാങ്ക് പ്രശ്നത്തിലായി, പ്രതിസന്ധിയിലായി, ആ ബാങ്കിന് അവിടുത്തെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് മുതൽ നിക്ഷേപകരുടെ ഗ്യാരണ്ടി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൻഷൻ കിട്ടിയിരിക്കുന്ന പൈസ, മകളുടെ കല്യാണത്തിന് വേണ്ടി ഉള്ള പൈസ, സ്ഥലം വിറ്റിട്ടിരിക്കുന്ന പൈസ, ഇങ്ങനെയൊക്കെയുള്ള പൈസയാണ് ആളുകളുടെ ജീവിതത്തിലെ ഏക സമ്പാദ്യമാണ് കിടക്കുന്നത്. ആ സമ്പാദ്യം നഷ്ടപ്പെടുന്ന രീതി വന്നാൽ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകരും. ഇപ്പൊ തകർന്നിരിക്കുകയാണ്. മാത്രമല്ല, സഹകരണ മേഖല തകർന്നാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വളരെ ഗൗരവതരമായ ആഘാതം ഏൽപ്പിക്കും. അതുകൊണ്ട് ഈ കട്ടെടുത്ത ആളുകൾക്ക് ജയിലിൽ വിടണം. അവർക്കെതിരായിട്ട് അതിശക്തമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നടപടി തന്നെ വേണം. അത് ഞാനും അതിനോട് യോജിക്കുന്നില്ല, തെറ്റാണ്. നമ്മള് ആ സമയത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അങ്ങനെ ചിത്രവരെയെല്ലാം പാടില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. അത് ഔദ്യോഗിക പരിപാടിയല്ല. DYFI സെക്രട്ടറി അല്ലല്ലോ അത് ചെയ്യേണ്ടത്. ഔദ്യോഗിക പരിപാടി ഗവൺമെന്റ് ക്ഷണിച്ചിട്ട് വരുമ്പോൾ DYFI നേതാവല്ല അത് ചെയ്യേണ്ടത്. അവിടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും നിശബ്ദരായിരിക്കണം. MLA ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോഴും അദ്ദേഹം എഴുന്നേൽക്കുമ്പോഴും ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളാണെങ്കിൽ പറയും, അല്ലാത്ത ആളുകൾ പുറത്തു പോകണമെന്ന് പറയും. മുഖ്യമന്ത്രി അത് പറയാൻ മടിയുള്ള ഒരാളല്ല. ഞാനാണെങ്കിൽ പറയും, ഉറപ്പായിട്ട് പറയും. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ചില മീറ്റിങ്ങുകളിൽ ആളുകൾ ആ യോഗത്തിന്റെ അന്തസ്സിന് ചെയ്യാത്ത രീതിയിൽ സംസാരിച്ചാൽ നിങ്ങൾ മിണ്ടരുത്, സംസാരിക്കരുതെന്ന് പറയും. ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മൾ പറയും, ഇല്ലേ? ഇത് ഒരു ഔദ്യോഗിക പരിപാടിയാണ്. ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും അധിക്ഷേപിക്കാമല്ല. അത് ശരിയല്ല. നിങ്ങൾ ഒരാൾ സംസാരിക്കല്ലേ? അല്ലല്ല, അത് അവിടെ വന്ന ആളുകളെ നിയന്ത്രിക്കണമായിരുന്നു. അവിടെ പാർട്ടി അതിന്റെ ആ ഗൂഢാലോചനയുടെ പുറകിലുണ്ട്. CPM ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. റവന്യൂ മന്ത്രി അദ്ദേഹം അത് പിൻവലിക്കണം. അദ്ദേഹം കല്ല് കയറ്റി വെച്ചിട്ട് പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ള അധിക്ഷേപപരമായ പരാമർശം ഒരു ഔദ്യോഗിക പരിപാടിയിൽ റവന്യൂ മന്ത്രി, CPIയുടെ വല്ല പൊളിറ്റിക്കൽ പരിപാടിയിലെ LDFന്റെ പൊളിറ്റിക്കൽ പരിപാടിയിലെ പോയി അദ്ദേഹത്തിന് പറയാം. ഇത് ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടി അങ്ങനെ പറയാൻ പാടില്ല. ഇലക്ഷൻ ആണെന്ന് ഓർത്ത് എന്തും പറയാൻ പാടില്ല. ചില മര്യാദകൾ ചിലർ കാണിക്കണം. അത് കാണിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശല്യപ്പെടുത്തല്ലേ ദയവ് ചെയ്ത്. ഇവിടെ ആളുകൾ ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, പറയാൻ പറ്റില്ല.
അവിടെ ദുരന്ത ബാധിതരായിട്ടുള്ള ഒരാൾ പോലും MLA കൂകിയിട്ടില്ലല്ലോ. അവിടെ ഇറക്കുമതി ചെയ്ത ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. ഇറക്കുമതി ചെയ്താൽ പാർട്ടിക്ക് ആ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഗവൺമെന്റ് അതിന് കൂട്ടുനിന്നു, മന്ത്രിമാരും മുഖ്യമന്ത്രിയും. അതാണ് പ്രശ്നം. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അല്ലല്ലോ അത് പറയേണ്ടത്, അദ്ദേഹത്തിന്റെ പരിപാടി അല്ലല്ലോ. DYFIയുടെ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് MLA പോയതല്ലല്ലോ, ഗവൺമെന്റ് പരിപാടിക്ക് പോയതല്ലേ. തീർച്ചയായിട്ടും. പക്ഷെ അത് ആ പരിപാടിയുടെ ഗ്രേസ് കളഞ്ഞു. ആ പരിപാടിക്ക് കിട്ടേണ്ട ഒരു ഗ്രേസ് ഉണ്ട്. നമ്മൾ ഒരാളുകൾ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ വീട് പണിത് കൊടുക്കുന്നു. ആ വീട് പണി എല്ലാവരും കൂടി സഹായിച്ചിട്ട്, ഞങ്ങളുടെ അടക്കം പൈസ ഉണ്ട്, എൻ്റെയും വിഷുവിൻ്റെ ഒക്കെ പൈസ ഉണ്ട്. ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താണ്, എല്ലാവരും പൈസ കൊടുത്താണ്, എല്ലാവരുടെയും പണമുണ്ട്, നാട്ടിലുള്ള ആളുകളുടെ എല്ലാവരുടെയും പണമുണ്ട്, കർണാടക ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പണമുണ്ട്. ഇതെല്ലാം ചെയ്ത ഒരു നല്ല കാര്യമല്ലേ ഒരു വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ. ആ പരിപാടിയുടെ ഗ്രേസ് സർക്കാർ തന്നെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. അവർ തന്നെ ആ പരിപാടി വഷളാക്കി.